ومن لم يتب فأولئك هم الظالمون يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم صدق الله العلي العظيم وصدق بالله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സൂറത്തുൽ ഹുജറാത്ത് അതിലെ 11-ാമത്തെ ആയത്ത് 12-13 അല്ലാഹ് എല്ലാവരും ഇത്തികാഫിൻ്റെ നിയ്യത്ത് കരുതണം. അള്ളാഹുവിൻ്റെ ഈ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇത്തികാഫിനെ കരുതി. മാനുഷിക ബന്ധങ്ങളെ സംബന്ധിച്ച് ഖുർആനിൻ്റെ പ്രതിപാദ്യം, അതിൻ്റെ മനസ്സ് തട്ടിയുള്ള അവതരണം വളരെ വലുതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഈമാനുള്ളവരൊക്കെ ഏകോദര സഹോദരങ്ങളാണ്. ഇഖ്വത്തുൻ എന്ന വേർഡ് അറബി ഗ്രാമർ അനുസരിച്ച് സ്നേഹിതന്മാർ എന്ന അർത്ഥത്തിനുള്ള അഖിന്റെ ബഹുവചനം അല്ല. ജ്യേഷ്ഠാനുജന്മാർ എന്ന അർത്ഥത്തിനുള്ള സഹോദരന്മാർ, ആ സഹോദരന്മാർക്ക് നൽകുന്ന അഖിന്റെ ബഹുവചനമാണ് ഇഖ്വത്ത്. അർത്ഥത്തിനനുസരിച്ച് ബഹുവചനങ്ങൾ വ്യത്യാസപ്പെടും. ചങ്ങായിമാർ എന്ന അർത്ഥത്തിനുള്ള അഖിന്റെ ജമ്മ് ബഹുവചനം വരേണ്ടത് ഇഖ്വാൻ എന്നാണ്. യഥാർത്ഥത്തിൽ ആ ഓർഡർ അനുസരിച്ച് പറയേണ്ടിയിരുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാനുൻ എന്നാണ്. അത് പറയാതെ ഇഖ്വത്തുൻ എന്ന് പറഞ്ഞത് ജ്യേഷ്ഠാനുജന്മാർ എന്ന അർത്ഥത്തിനുള്ള ഇഖ്വത്ത് ഉപയോഗിച്ച് ചങ്ങായിമാർ എന്ന അർത്ഥത്തിനുള്ള ഇഖ്വാന് മാറ്റിവെക്കാൻ കാരണം, നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാര് വർത്തിക്കുന്നത് പോലെ ചങ്ങാതിമാര് തമ്മിൽ, മുഅ്മിനീങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഇടപെടലുമാവണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് എന്ന് മുഫസ്സിറുകൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അഥവാ ആരും അന്യരല്ല, എല്ലാം രക്തത്തിൽ പിറന്ന, ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും പിറന്ന മക്കളെ പോലെ ജീവിക്കണം.
എന്ന ഒരു വലിയ മെസ്സേജ് കൈമാറാനാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാൻ എന്ന് ഓർഡർ അനുസരിച്ച് പറയേണ്ടതിന് പകരം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന് കടം വാങ്ങിച്ചു പറഞ്ഞത്. ഖുർആനിൻ്റെ ഓരോ സ്റ്റെപ്പും അവതരണവും അത് വളരെ ഹൃദയസ്പൃക്കാണ്, അർത്ഥതലങ്ങളുടെ ആഴമാണ്. നിങ്ങൾ മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങൾ മാത്രമാണ്. ഇന്ന എന്ന മായുടെ അർത്ഥമാണ് മാത്രം, അല്ലാതെ നിങ്ങളവരെ കാണാൻ പാടില്ല. അവർ നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരാണ്, ഒരു ഉമ്മക്കും മുപ്പക്കും പിറന്നവരാണ്. എല്ലാവരും ആദമിൻ്റെ മക്കൾ, ആരും അന്യരല്ല. ഒരാൾ ദോഷിയായിപ്പോയി എന്നതുകൊണ്ട് അവനെ നിങ്ങൾ ഒഴിവാക്കരുത്, ഓനും നിങ്ങളെ കാക്കയാണ്. നിങ്ങളുടെ ജ്യേഷ്ഠൻ എപ്പോഴെങ്കിലും ഒന്ന് കുടിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ ഒഴിവാക്കുമോ? ഇല്ല. അവൻ ആ കുടിയൊന്ന് നിർത്തിക്കിട്ടിയെങ്കിൽ എന്ന നിലയ്ക്ക് ഹോസ്പിറ്റലുകളും ഉസ്താദുമാരോടുള്ള ദുആയും നമ്മുടെ ദുആയും ഒക്കെ നമ്മളതിന് കൂട്ടാക്കുന്നത് പോലെ തന്നെ മറ്റൊരു തറവാട്ടിൽ നിന്ന് ആരെങ്കിലും മദ്യപാനിയായാലും നിങ്ങളുടെ നിലവാരം ആ നിലവാരത്തിൽ തന്നെ നിൽക്കണം. ദോഷിയായ ഒരു മുഅ്മിനായ മനുഷ്യൻ, അവനിൽ ഒരു പ്രകാശിക്കുന്ന ഈമാനുണ്ട്. മഹാന്മാർ പറഞ്ഞത്, ആ പ്രകാശമെങ്ങാനും ദോഷിയുടെ ഈമാനിൻ്റെ പ്രഭയെങ്ങാനും കത്തുകയാണെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും വെല്ലുന്ന വിധം ഈ ഭൂലോകത്ത് മൊത്തം വെളിച്ചമേകാൻ ദോഷിയായ ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ പ്രഭ മതി, മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദോഷിയാണെങ്കിൽ പോലും ഒരു മുഅ്മിനായ മനുഷ്യനെ മുഅ്മിൻ എന്ന നിലക്ക് വെറുക്കാൻ പാടില്ല. അവനിൽ അഴുക്കുണ്ട്, ആ അഴുക്ക് നമ്മൾ കഴുകി ശുദ്ധിയാക്കണം. അഴുക്കിനെ മാത്രമേ വെറുക്കാൻ പാടുള്ളൂ. ആരും അഴുക്കായ ഡ്രസ്സുകൾ കുപ്പയിലേക്ക് എറിയാറില്ല. വീണ്ടും അതിനെ കഴുകി വൃത്തിയാക്കി ഇസ്തിരി വെച്ച് വീണ്ടും അണിയും, പിന്നെയും അഴുക്കാകും. പിന്നെയും അള്ളാഹു വിയർപ്പിനെ പടച്ചതിൻ്റെ രഹസ്യം അതാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രത്തോട് നിങ്ങൾക്ക് വെറുപ്പില്ല, അഴുക്കിനോട് നിങ്ങൾക്ക് വെറുപ്പാ. നിങ്ങൾ എന്ത് ചെയ്തു? കഴുകി വൃത്തിയാക്കി ഇസ്തിരി വെച്ച് വീണ്ടും അണിഞ്ഞു. ഇന്നലെ ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്ന് വീണ്ടും അഴുക്കായല്ലോ എന്ന് നിങ്ങൾ പരിതപിക്കാറില്ല. വീണ്ടും നിങ്ങൾ കഴുകി. ഒരു ഡ്രസ്സിനെ നിങ്ങൾ എത്ര തവണ കഴുകുന്നു? അതുകൊണ്ട് ഞാൻ അവനോട് എത്ര പറഞ്ഞു വീണ്ടും പടക്കായി എന്ന് നിങ്ങൾ അവനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും. നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിങ്ങളുടെ രണ്ട് സഹോദരന്മാർ തമ്മിൽ പിണങ്ങിയാൽ അവരിൽ നിങ്ങൾ പഞ്ചായത്താക്കണം, അവരിൽ നിങ്ങൾ രത്നിപ്പിനെ ഉണ്ടാക്കണം. ഏറ്റവും കൂലിയുള്ളവരമലാണ്. രണ്ടാൾ തമ്മിൽ പിണങ്ങിയാൽ, ഒരു ജ്യേഷ്ഠനും അനുജനും, നിങ്ങളെ ഉമ്മക്കും ഉപ്പക്കുമുള്ളൊരു ജ്യേഷ്ഠനും അനുജനും പിണങ്ങിക്കഴിഞ്ഞാൽ മൂത്ത കാരണവരായ നിങ്ങളതിൽ ഇടപെടും. അതുപോലെ നിങ്ങൾ ഇടപെടണം. മഹാന്മാർ പറയുന്നു, കളവ് പറയൽ അനുവദനീയമായ ഒരു സ്ഥലം രണ്ടു സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ അവിടെ ഇനി ഒരു കളവ് പൊട്ടിച്ചെങ്കിലേ നടക്കൂ. ഞാനിങ്ങനെ ചെന്നപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ ഇതെന്താ ഓനെപ്പറ്റി വിചാരിച്ചത്, ഓൻ്റെ സംഗതി ആലോചിച്ച് നോക്കണം. എനിക്ക് ഇന്നലെ എന്നെപ്പറ്റി പറയല്ലേ ഓനെ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പിണങ്ങിയെന്നാണ് ഞാൻ ആലോചിക്കണത്. ഇതേ പൊട്ടിച്ചൽ എന്നെ അപ്പുറത്ത് എന്നിട്ട് നമ്മളൊന്ന് നന്നാകാം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തെയും എല്ലാം ഒതുങ്ങി. ഫാസ്ലിഹൂ ബൈന അഖവൈക്കും. നിങ്ങളുടെ രണ്ട് സഹോദരങ്ങളുടെ ഇടയിൽ നിങ്ങൾ രത്നിപ്പുണ്ടാക്കണം. ആരും പിണങ്ങി നിൽക്കരുത്. കുടുംബത്തിലോ കൂട്ടത്തിലോ അയൽപക്കത്തിലോ നാട്ടുകാരിലോ നമ്മുടെ പരിചയത്തിലോ. വത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിലാണ് നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കുക. അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ചെങ്കിലേ നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കുള്ളൂ. മാനുഷിക ബന്ധങ്ങളിൽ, മാനുഷിക ഇടപെടലുകളിൽ, രക്തബന്ധങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിൽ, കെട്ടുബന്ധങ്ങളിൽ, എല്ലാമുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കാരുണ്യം വേണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചേ പറ്റൂ. അള്ളാഹു വെച്ച അതിർവരമ്പിനപ്പുറത്തേക്ക് നിങ്ങൾ ചാടരുത്. ഇനിയുള്ള ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ,
ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കരുത്. ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കരുത്. ഒരു കൂട്ടവും മറ്റൊരു കൂട്ടത്തെ കളിയാക്കരുത്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ കളിയാക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങളെക്കാളും സ്ഥാനീയരായിരിക്കും അവർ. ആ കളിയാക്കപ്പെടുന്ന വ്യക്തികൾ കളിയാക്കുന്ന നിങ്ങളെക്കാളും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്ഥാനീയരായിരിക്കും. വലാ നിസാഉം മിൻ നിസായിൻ, ഒരു പെണ്ണും ഒരു പെൺകൂട്ടവും മറ്റൊരു പെൺകൂട്ടത്തെ കളിയാക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, കളിയാക്കപ്പെടുന്ന പെൺകൂട്ടം കളിയാക്കുന്ന പെൺകൂട്ടത്തെക്കാൾ മെച്ചമായവരായിരിക്കും. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ മറ്റുള്ളവരെ ഐബാക്കി കളിയാക്കി ചളിയാക്കി നിങ്ങൾ ചളിയാകരുത്. വലാ തനാബസൂ ബിൽ അൽഖാബി, ഇഷ്ടമില്ലാത്ത സ്ഥാനപ്പേരുകൾ വിളിച്ചുകൊണ്ട്, ഇഷ്ടമില്ലാത്ത ചില പേരുകൾ ഉണ്ടാകും ഓരോരുത്തർക്ക്, അതൊന്നും വിളിച്ച് നിങ്ങൾ അവരെ അതുകൊണ്ടൊന്നും വിളിക്കരുത്. തമ്മാടി എന്ന് വിളിക്കരുത്. നമ്മൾ ദേഷ്യം പിടിച്ചാൽ വിളിക്കപ്പെടുന്ന നാമങ്ങളൊന്നും വിളിക്കരുത്. ബിഇസ്സലിസ്മു, എത്ര മോശമാണ് പേര്. അൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാൻ എന്ന സംഭവം പടച്ചവൻ വെളിച്ചം തന്നതിൻ്റെ ശേഷം തമ്മാടി എന്ന പേര് എത്ര മോശമാണ്. നീ നിന്റെ ഈ നിലപാട് തുടർന്നാൽ നീ തമ്മാടിയായിത്തീരും. മറ്റുള്ളവരെ പുച്ഛിച്ചും കളിയാക്കിയും തരം താഴ്ത്തിയും ഇകഴ്ത്തിയുമാണ് നിന്റെ ജീവിത മുന്നേറ്റമെങ്കിൽ നീ അവസാനം ഫാസിഖായി പോകും. നീ ഫാസിഖായി പോയാൽ ഈമാൻ കിട്ടിയിട്ട് ഫാസിഖ് എന്ന പേര് എത്ര മോശമടാ. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ഇതൊക്കെ ചെയ്തിട്ട് നീ അള്ളാഹുവിനോട് തൗബ ചെയ്തൊന്നു മടങ്ങണം. കാരണം അല്ല പടച്ച പടപ്പുകളെയാണ് നീ വേദനിപ്പിച്ചിട്ടുള്ളത്, അവരെയാണ് നീ ഇകഴ്ത്തിയിട്ടുള്ളത്. നീ ഒരു കമ്പനി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ, നീ ഒരു ഉൽപ്പന്നത്തിൻ്റെ ആളാണെങ്കിൽ ആ ഉൽപ്പന്നത്തെ മറ്റൊരാൾ കളിയാക്കുകയോ ഇകഴ്ത്തുകയോ കേടുപറയുകയോ ചെയ്താൽ ആ കമ്പനിക്കാരൻ, ആ മുതലാളിക്ക് എത്ര ദേഷ്യമായിരിക്കും. അള്ളാഹുവിൻ്റെ പ്രൊഡക്റ്റുകളല്ലേ ഈ ലോകത്തുള്ള അടിമകൾ, ചരാചരങ്ങൾ മുഴുവനും അവൻ്റെതല്ലേ. അവൻ്റെ ഒരു പടപ്പിനെ കുറ്റം പറയുക, കളിയാക്കുക എന്നത് അള്ളാഹുവിന് വലിയ ദേഷ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് പടച്ചവൻ പറയുന്നു, നിങ്ങൾ ആരെയും കളിയാക്കരുത്. കളിയാക്കിയാൽ നിങ്ങൾ ഫാസിഖായി പോകും. എടാ, ഈമാൻ എന്ന പേര് നിനക്ക് മൂമിൻ എന്ന പേരിട്ട് കിട്ടിയിട്ട് ഇനി നീ ഫാസിഖ് എന്ന ഒരു പേരാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിന്റെ ഈ തെറ്റായ നടപടി കൊണ്ട് നീ ഫാസിഖ് എന്ന പേര് സ്വീകരിക്കേണ്ടി വന്നാൽ എത്ര മോശമാണടാ ആ പേര്. അതുകൊണ്ട് നീ റബ്ബിലേക്ക് മടങ്ങണം, തൗബ ചെയ്തു മടങ്ങണം. നിന്റെ അടിമകളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് മാഫ് നൽകണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ഖേദിച്ചു പേടിച്ചു മടങ്ങണം. നീ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സമീപിച്ചുകൊണ്ട് നീ അവരോട് പൊരുത്തം വാങ്ങി നിന്റെ മളുലിമത്തിൽ നിന്ന് നീ രക്ഷപ്പെടണം. അള്ളാഹുവിൻ്റെ ഒരു പടപ്പിനെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. ഒരു നായയെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല, ഒരു പൂച്ചയെ നിന്ദിക്കാൻ പാടില്ല, ഒരു പട്ടിയെ നിന്ദിക്കാൻ പാടില്ല, ഒരു കോഴിയെ നിന്ദിക്കാൻ പാടില്ല, ഒരു ഉറുമ്പിനെ നിന്ദിക്കാൻ പാടില്ല. അവർക്കൊക്കെ അവരുടേതായ സ്ഥാനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബുക്കി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയം ഒരു നായ ഇങ്ങനെ മുന്നിലൂടെ നടന്നു പോകുന്നു. ആ സമയം ആ നായയെ യാ കൽബബ്ന കൽബ്, പട്ടിയുടെ മകനായ പട്ടിയുടെ മകനായ നായ എന്ന് വിളിച്ചുപോയി. ഈ സമയത്ത് പിതാവ് പറഞ്ഞു, നീ ചെയ്തത് ഒരു വലിയ പാപമാണ്. ഇത് പറഞ്ഞപ്പോൾ മകൻ ചോദിച്ചു, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതേ, ഉള്ളത് തന്നെയാണ് പറഞ്ഞതെങ്കിലും ഉള്ളത് പറഞ്ഞത് കുറ്റമാകാതിരിക്കണമെങ്കിൽ നിസ്സാരമാക്കൽ എന്ന ലക്ഷ്യമില്ലാതെ പറയണം. നീ നിസ്സാരമാക്കിയാണ് യാ കൽബബ്ന കൽബ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഒരു പട്ടി
പട്ടിയെ സംബന്ധിച്ച് പട്ടിയുടെ മോനെ എന്ന് വിളിച്ചപ്പോൾ, ഒരു നായയെ സംബന്ധിച്ച് പട്ടിയുടെ മോനെ എന്ന് വിളിച്ചപ്പോൾ അതിൽ നിസ്സാരത്തരം ഉള്ളതുകൊണ്ട് പിതാവ് സുബുക്കി തങ്ങൾ താജുദ്ദീൻ സുബുക്കിയെ, തഖിയുദ്ദീൻ സുബുക്കി തങ്ങൾ താജുദ്ദീൻ സുബുക്കി തങ്ങളെ ശാസിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എനിക്കത് വലിയ ഫലമായി. ആദിഹി ഫായിദ, ഇത് വല്ലാത്ത ഒരു പോയിന്റാണല്ലോ. അള്ള പടച്ച ഒരു പടപ്പിനെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല, ഒരു ചെത്തലപ്പെട്ടിയെയും കല്ലെടുത്തെറിയാൻ പാടില്ല. നമ്മൾക്ക് ശത്രുതയുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ ചില സമയത്തിൽ വകുപ്പുകളുണ്ട്, അതേസമയം അതിനെ നിന്ദിക്കാൻ പാടില്ല. നമ്മളുടെ ഈമാൻ കത്തിക്കേറിയാൽ ആ നായയെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നായ, പട്ടി, നീ 4 കാലും വാലുമുള്ള ജീവിയാണ്, നിന്നെ തൊട്ടാൽ 7 തവണ കഴുകണം എന്നത് ഞങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും നിന്നെക്കാൾ ഞാൻ മോശക്കാരനാണെന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് കഴിയണം. മഹാന്മാര് നായക്ക് വഴി തിരിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, പട്ടി, ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു പട്ടിയോടൊപ്പം ഹോട്ടലുകളിൽ നിന്ന് തട്ടുന്ന എച്ചിലുകൾ ഭക്ഷിക്കുന്ന സമയം ഉവൈസ് തങ്ങൾ കൂട്ടിവെച്ച വറ്റിൻ്റെ ഓരോ വറ്റുമണിയുടെ കൂട്ടമൊന്ന് കൈയിട്ട് വാരാൻ തൊട്ടടുത്ത പട്ടിയും ശ്രമിച്ചപ്പോൾ ഉവൈസ് തങ്ങൾ പറഞ്ഞു, പട്ടി, നീ നിന്റെ ഭാഗത്തിൽ നിന്ന് കഴിച്ചോളൂ, ഞാൻ എൻ്റെ ഭാഗത്തിൽ നിന്ന് കഴിച്ചോളാം. സിറാത്ത് പാലം കടന്ന് 2 പാദം ഉവൈസ് സ്വർഗത്തിൽ പാദമൂന്നിയാൽ നിന്നെക്കാളും ഞാനാണ് മെച്ചം. ഇല്ലെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവമെങ്കിൽ നീയാണ് എന്നെക്കാൾ മെച്ചം. അത് നമ്മൾക്ക് അവിടെ തീരുമാനിക്കാം. ഇവിടെ എനിക്കുള്ള ഹക്ക് ഞാൻ തിന്നട്ടെ, ഒരു മൂലയിൽ നിന്ന് നീയും കഴിച്ചോ. ഹലാലായ ഭക്ഷണം മാത്രം ലഭിക്കണമെന്ന് കരുതി ഹോട്ടലുകളുടെ പിന്നിലേക്ക് തട്ടുന്ന ഇലയിലുള്ള ഭക്ഷണം മനുഷ്യന്മാരെ നെവർമെന്റ് ചെയ്തതുകൊണ്ട് അതാർക്കും അവകാശപ്പെട്ടതല്ലല്ലോ, ഹലാലായ സ്വത്തല്ലേ, അതുതന്നെ കഴിക്കണമെന്ന് വിചാരിച്ചു വൈസ് തങ്ങൾ കഴിക്കുന്നു. ഒപ്പം ഒരു പട്ടിയും ഒരു മൂലയിൽ. ആ പട്ടിയോട് വൈസ് തങ്ങൾ പറഞ്ഞ്, ആ ചിന്ത നമ്മൾക്ക് വേണം. ഈ പട്ടിയും നായയുമൊക്കെ നാളെ പരലോകത്തെത്തുമ്പോൾ വിചാരണ, ഒരു പട്ടിയെ ഒരു കടി കൂടുതൽ കടിച്ചെങ്കിൽ അത് തിരിച്ചു കടിപ്പിച്ചതിനു ശേഷം മൊത്തം പട്ടികളെയും നായകളെയും ഒക്കെ നിരത്തിക്കൊണ്ട് പടച്ചവൻ പറയുന്നു, കൂനൂ തുറാബാ, നിങ്ങളും മണ്ണാകണേ. ആ സമയം അവർ മണ്ണായിപ്പോയി. പട്ടി, നിനക്ക് 1 or 2 കടി നീ ഈ ദുന്യാവിൽ നിന്ന് ഏതെങ്കിലും ഒരു പട്ടിയെ കൂടുതൽ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നീ മണ്ണായിപ്പോയി, നിന്റെത് അവസാനിച്ചു പോയി. ഞാൻ പിന്നെയും ഞാൻ ചെയ്ത ചണ്ടിത്തരങ്ങളെയും തെറ്റത്തരങ്ങളെയും എൻ്റെ വീഴ്ചകളെയും കുറ്റങ്ങളെയും ഒക്കെ താങ്ങി വീണ്ടും ഞാൻ വിചാരണ കോടതിയിൽ നിൽക്കണമല്ലോ. നീയല്ലേ എന്നെക്കാൾ മെച്ചമെന്ന് പട്ടിയെ കാണുമ്പോൾ ചിന്തിക്കാൻ കഴിയണം, കരയാൻ കഴിയണം. കഴുതയെ കാണുമ്പോൾ കരയാൻ കഴിയണം, കുതിരയെ കാണുമ്പോൾ കരയാൻ കഴിയണം, അയൽപക്കത്തെ കോഴിയെ കാണുമ്പോൾ കരയാൻ കഴിയണം. തൻ്റെ വീട്ടിൽ നിന്ന് ബാക്കി വന്ന ഭക്ഷണം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഭാര്യയിട്ടേ ഇട്ടുകൊടുത്തത് എൻ്റെ വീട്ടിലെ കോഴി തന്നെ തിന്നണമെന്ന് ചിന്തിച്ചു പോയോ നമ്മൾ? കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്നതിലും സ്വാർത്ഥത തള്ളിക്കേറിയോ നമ്മൾക്ക്? അള്ള പടച്ച ഒരു പടപ്പല്ലേ എന്ന നിലക്ക് കൊത്തിത്തിന്നുന്ന വറ്റുകൾ എനിക്ക് സദഖയുടെ ഫലം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എന്തേ നമ്മൾ ഇനിയും ഡെവലപ്പാകാതെ പോയി? ഇതാണ് യഥാർത്ഥത്തിൽ നമ്മെ ഭരിക്കേണ്ടത്. നമ്മെ കാണുമ്പോൾ പൂച്ച ഓടുന്നുണ്ടോ എങ്കിൽ നമ്മൾ നമ്മളെപ്പറ്റി വിലയിരുത്തണം. ഒരു പൂച്ചക്ക് പോലും എൻ്റെ അടുക്കൽ നിർഭയത്വമില്ല. നിങ്ങളെ കാണുമ്പോൾ കോഴികൾ ഓടുന്നുണ്ടോ? എന്നെ കോഴിക്ക് പോലും പേടിയാണ്. ഒരു കോഴിക്ക് പോലും ദയ കാണിക്കാൻ എൻ്റെ കയ്യിൽ ദയവറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെ കണ്ടാൽ കോഴിയൊക്കെ ഓടും, എന്നെ കണ്ടാൽ പൂച്ചയൊക്കെ ഒളിക്കും എന്ന് ചിന്തിച്ച് ആളാകണ്ട. നമ്മളെ ദയവറ്റിപ്പോയത് കൊണ്ടാണ് അവരെങ്ങനെ ഓടിപ്പോയത്.
എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മളൊന്ന് വലിഞ്ഞു കയറണം. കുന്തു ജാലിസൻ ബിദിഹിലീസി ദാരിന ഫഅഖ്ബല കൽബുൻ എന്ന് പറഞ്ഞിട്ട് ആ സംഭവം താജുദ്ദീൻ തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഇദാ യാ അയ്യുഹല്ലദീന ആമനൂ, നിങ്ങൾ തൗബ ചെയ്യാൻ ഒരുക്കമില്ലെങ്കിൽ നിങ്ങളാണ് അക്രമികൾ. നിങ്ങൾ സ്വയം ശരീരത്തോട് അക്രമം കാണിച്ചവരാണ്. അള്ള പടച്ച ഒരു പടപ്പിനെയും അള്ളാഹിൻ്റെ ഒരു പ്രൊഡക്റ്റിനെയും അള്ളാഹുവിൻ്റെ ഒരു ഉൽപ്പന്നത്തെയും നിങ്ങൾ കളിയാക്കണ്ട. നിങ്ങൾ സൃഷ്ടികളോട് പൊരുത്തപ്പെടിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക കൂടെ വേണം. നിങ്ങളെ അക്രമിക്കെതിരിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അളവ് കണക്കാക്കി ദുആ ചെയ്യണമെന്ന്. നിങ്ങളെ അക്രമിക്കെതിരിൽ നിങ്ങൾ ദുആ ചെയ്യുന്ന അവസരം അളവ് കണക്കാക്കി ദുആ ചെയ്യണമെന്ന് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഒരക്രമിയെ നിങ്ങൾ അക്രമിച്ചു എങ്കിൽ നിങ്ങൾ വാരി വലിച്ചു ദുആ ചെയ്താൽ നിങ്ങൾ അക്രമത്തിൻ്റെ അളവ് കഴിച്ചിട്ട് ബാക്കിയുള്ളതിന് നീ പടച്ചവന്റെ മുമ്പിൽ ഹിസാബ് പറയേണ്ടി വരും. നിന്റെ ഒരു കോഴിയെ എറിഞ്ഞു കൊന്നിട്ടേ ഉള്ളൂ, അവൻ്റെ പോത്തു ചാകട്ടെ എന്ന് വിചാരിച്ചാൽ കോഴിയുടെ വിലയായ 200 രൂപയുടെ 1 കിലോ ഇറച്ചിയുടെ ഭാരം കഴിഞ്ഞ് ബാക്കി പോത്തിൻ്റെ വില മുഴുവനും നാളെ കൊടുക്കേണ്ടി വരും. അത് നിന്റെ മുമ്പിൽ ഹക്കായി നിൽക്കും കേട്ടോ. അതുകൊണ്ട് ളാലിമിന്റെ ദുആക്ക്, മദ്ലൂമിന്റെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഗസാലി ഇമാം പറഞ്ഞു, ശരിയാണ്, പക്ഷേ അളവ് നോക്കണേ. കോഴിയെ എറിഞ്ഞു കൊന്നതിൻ്റെ എതിരിൽ നീ ദുആ ചെയ്യുമ്പോൾ അവൻ്റെ ഒരു കോഴിയും ചാകട്ടെ എന്നേ പരമാവധി ദുആ ചെയ്യാവൂ. അത്രത്തോളം കണിശമാക്കണം. നീ അഫൂ ചെയ്താൽ നീയാണ് ഉന്നമൻ, നീ വിടുതി ചെയ്താൽ നീയാണ് ഉന്നമൻ. ഒമല്ലം യത്തുബ്, തൗബ ചെയ്യാൻ നിനക്ക് ഒരുക്കമില്ലെങ്കിൽ അവർ ളാലിമീങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു തീരുമാനം വേണം നമ്മൾക്ക്. അള്ളാഹുവിൻ്റെ ഒരു പടപ്പിനെയും അള്ളാഹുവിൻ്റെ ഒരു ചരാചരത്തെയും ഞാൻ വേദനിപ്പിക്കില്ല. ഇനി നിങ്ങൾ കേൾക്കൂ അടുത്ത ഭാഗം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസമില്ലേ മക്കളെ നിങ്ങൾക്ക്? ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, ധാരണകളിൽ നിന്ന് മിക്കതിനെയും നിങ്ങൾ വെടിയണം. ധാരണകളിൽ നിന്ന് മിക്കതിനെയും നിങ്ങൾ വെടിയണം. അവനെപ്പറ്റി അങ്ങനെ ഒരു ധാരണ, ഇവനെപ്പറ്റി അങ്ങനെ ഒരു തോന്നൽ, അവനെപ്പറ്റി അങ്ങനെ ഒരു അനുമാനം, ഇതൊന്നും വെച്ച് പുലർത്തല്ലടോ. ഇന്ന ബഅ്ള-ളന്നി ഇസ്മുൻ, ധാരണകളിൽ നിന്ന് കൂടുതലും ചിലതും അത് കുറ്റകരമാണ്. നിങ്ങൾ വെച്ചു പുലർത്തുന്ന ധാരണകൾ അത് തെറ്റായിരിക്കും. വലാ തജസ്സസൂ, എങ്കിൽ നിങ്ങൾ ഒരാളെ ചിക്കിക്കുത്തി പരിശോധിക്കുകയും വേണ്ട. നിരീക്ഷണമാവാം, പക്ഷേ നിരീക്ഷണം അതിര് കടക്കരുത്, ഒരു പരിധിയിൽ നിർത്തണം. മുഴുവൻ അന്വേഷണങ്ങളും നിങ്ങളങ്ങനെ ചിക്കിക്കുത്തി പരിശോധിക്കരുത്. നിന്നെ ചിക്കിക്കുത്തി പരിശോധിച്ചാൽ നിന്റെ ഇഷ്ടം നിനക്ക് ബോധ്യമില്ലേ? നീ മറ്റൊരുത്തനെ കുറ്റം പറയുകയും അവനെപ്പറ്റി തെറ്റ് വിചാരിക്കുകയും ചെയ്യുമ്പോൾ അവനൊരു മദ്യപാനിയാണ് എന്ന് നീ പറയുമ്പോൾ, നീ അവനെപ്പറ്റി മദ്യപാനി എന്ന് നീ പറഞ്ഞത് തെറ്റാണ് എന്നത് നീ ചിന്തിക്കാതെ പോയോ? നിന്റെ അഴിബുകൾ നീ ചിന്തിക്കാതെ പോയതല്ലേ മറ്റൊരുത്തൻ്റെ അഴിബുകൾ നിനക്കു കാണാൻ കാരണം? മറ്റൊരുത്തനിൽ നിന്നു സംഭവിക്കുന്ന അഴിബുകൾ കാണാതെ പോവുകയും തൻ്റെ അഴിബുകൾ കാണുകയും ചെയ്യുക എന്നതല്ലേ മനുഷ്യൻ? പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നു, വലാ തജസ്സസൂ, നിങ്ങൾ ജാസൂസിന്റെ പണിയെടുക്കണ്ട, സിയടി ജോലി നീ ചെയ്യണ്ട. വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, നിങ്ങളിൽ നിന്ന് ആരും മറ്റൊരുത്തനെ ഗീബത്ത് പറയണ്ട, അവനിഷ്ടമില്ലാത്തതൊന്നും പറയണ്ട. പടച്ചവൻ ചോദിക്കുന്ന, യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുമോ അയ്യഅ്കുല ലഹ്മ അഖീഹി, തൻ്റെ സഹോദരൻ്റെ മാംസത്തെ തിന്നാൻ ഇഷ്ടപ്പെടുമോ നിങ്ങൾ? മൈത്തൻ, പച്ചക്ക്. ഫകരിഹ്തുമൂഹു, നിങ്ങൾക്ക് നീരസമല്ലേ? എങ്കിൽ വത്തഖുല്ലാഹ്, എൻ്റെ അടിമകളെ ഗീബത്ത് പറഞ്ഞ് വേദനിപ്പിച്ച് അവരെ മാനം കെടുത്തുന്നതിൽ നിന്ന് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം.
ഇന്നല്ലാഹ തവ്വാബുർ റഹീം. നിശ്ചയമായും നിനക്ക് പറ്റിപ്പോയ അമളിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ചാൻസ് ഉണ്ട് എന്നതും ചിന്തിക്കാതെ പോകണ്ട. അവൻ്റെ ദയാവായ്പ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ പടച്ചവനിലേക്ക് മടങ്ങണം. ഹജ്ജുവേളയിൽ തവാഫിലുണ്ടൊരു ദുആ. ആ ദുആയിൽ ഇങ്ങനെയുണ്ട്: അല്ലാഹുമ്മ ഇന്ന ലക അലയ്യ ഹുഖൂഖൻ കസീറത്തൻ ഫീമാ ബൈനി വബൈനിക വഹുഖൂഖൻ കസീറത്തൻ ഫീമാ ബൈനി വബൈന ഖൽഖിക അല്ലാഹുമ്മ മാ കാന ലക ഫഗ്ഫിർഹു യാ അല്ലാഹ് വമാ കാന ലിഖൽഖിക ഫതഹമ്മൽഹു യാ അല്ലാഹ്. അല്ലാഹുവേ, ഞാനും നീയും തമ്മിൽ കടമകൾ ഒട്ടുവളരെയുണ്ട്, തെറ്റൊട്ടു വളരെ ചെയ്തിട്ടുണ്ട്. ഞാനും നിന്റെ അടിമകളും തമ്മിലും ഹക്കുണ്ട്. നിനക്കുള്ളത് നീയൊന്ന് പുറത്താള. നിന്റെ അടിമകൾക്ക് ഞാൻ ഉള്ള ഹക്കുകൾ നീ ഏറ്റെടുത്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിക്കാളാ. നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിക്കാളാ. നീ അതൊന്ന് ഏറ്റെടുത്താളാ. എന്നിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിക്കാളാ. അതുകൊണ്ട് ഒരാളും മറ്റൊരാളെപ്പറ്റി ഗീബത്ത് പറയരുത്. എന്നിട്ട് പടച്ചവൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഖുർആനാണ്, നമ്മൾ ഓതിപ്പോകുന്ന ഖുർആനാണ് ഇതൊക്കെ. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, നിശ്ചയം നമ്മൾ നിങ്ങളെ പടച്ചത് മിൻ ദക്കരിൻ വ ഉൻസ, ആണാൽ അല്ലെങ്കിൽ പെണ്ണാൽ, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. ആദം നബിയിൽ നിന്നും ഹവ്വാ ബീവിയിൽ നിന്നുമല്ലേ നിങ്ങളെ പടച്ചത്. ഞാൻ നേരത്തെ എൻ്റെ പ്രസംഗം തുടങ്ങി, എൻ്റെ ക്ലാസ് തുടങ്ങിയ ഭാഗം ഇഖ്വ, ഏകോദര സഹോദരങ്ങൾ എന്നത് പിഴച്ചു പറഞ്ഞതല്ല. നിങ്ങൾ വ്യത്യസ്ത കബീല കുടുംബം, ആ കുടുംബം, ആ കിളിയമണ്ണ്, ഈ കുടുവില്, ആ കടുവില്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നത് നിങ്ങളൊന്ന് തിരിയാനാണ്. എല്ലാവരും കൂടി ജ്യേഷ്ഠാഞ്ചന്മാരായാൽ പരസ്പരം തിരിയാതെ പോകുമല്ലോ എന്ന് ചിന്തിച്ചാണ് നിങ്ങളെ ഒരാദമിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണ് പഠിച്ചത്. അപ്പം നിങ്ങളൊക്കെ ജ്യേഷ്ഠാനുജന്മാരാണ്. നിങ്ങളെ വല്യപ്പ ആരാണ്? വല്യാപ്പ ആദം നബിയാണ്, വല്യുമ്മ ഹവ്വാ ബീവിയാണെന്ന് നിങ്ങൾ ഓർക്കണം. വജഅൽനാകും ശുഊബൻ വഖബായിൽ, നിങ്ങളെ നമ്മൾ വ്യത്യസ്ത കുടുംബങ്ങളും വിവിധ തറവാട്ടുകാരുമാക്കി മാറ്റിയത് ലിതഅറഫൂ, നിങ്ങളൊന്ന് പരസ്പരം അറിയണ്ടേ. അതീപ്പെട്ടതാണ്. അത് ആ വാപ്പാൻ്റെ മോനാണ്, ഇത് ഈ വാപ്പാൻ്റെ മോനാണ്, ഓല് ആ കുടുംബാണ്, ഓല് ഈ കുടുംബാണ്. അത് തിരിയാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഉന്നതൻ തഖ്വയുള്ളവൻ തന്നെയാണ്. ഒരാൾക്കും മറ്റൊരാളെക്കാൾ കേമത്തരമില്ല. നിങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യൻ അതാരാണ്? നിങ്ങളിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ളവനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളെയും ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെയും അള്ളാഹു നന്നായി ബോധ്യമുള്ളവനാണ്. അവൻ സസൂക്ഷ്മമായി അതറിയുന്നവനുമാണ്. മനുഷ്യപ്പറ്റ് എന്താ സംഭവം എന്നറിയുന്നത്? മനുഷ്യപ്പറ്റിൻ്റെ ഏറ്റവും വലിയ, മാനവികതയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം, ഒരാളും മറ്റൊരുത്തൻ്റെ പൊതി കഴിക്കണ്ട. നിന്റെ പൊതി കഴിക്കുമ്പോൾ നാറ്റം വരാതിരിക്കാൻ ശ്രമിച്ചാൽ മതി. ഒരാളും മറ്റൊരുത്തൻ്റെ പൊതി കഴിക്കണ്ട. എല്ലാവർക്കും ഒരു പൊതിയുണ്ട്. ആ പൊതി കഴിക്കുന്ന അവസരത്തിൽ നാറ്റിക്കരുത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനത്തിൻ്റെ ആകത്തുകയാണിത്. നമ്മൾ മറ്റൊരുത്തരെ നിസ്സാരമാക്കും, മറ്റൊരുത്തനെ എളിമയാക്കും, മനസ്സുകൊണ്ട് കരുതും. അതോടുകൂടി നമ്മളുടേത് അവസാനിക്കും. ഒരു ഹദീസ് ശ്രദ്ധിക്കുമോ നിങ്ങൾ? മൻ അയ്യഗ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലഹു, നിങ്ങൾ ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് വെച്ചുകൊണ്ട് എളിമയാക്കിയാൽ, ഐബാക്കിയാൽ, ആ സംഗതി നിങ്ങൾ ചെയ്യുന്നത് വരെ നിങ്ങൾ മരിക്കൂല. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ഒരു വിഷയം പറഞ്ഞ് ഐബാക്കിയിട്ടുണ്ടെങ്കിൽ
ആ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ മരിക്കൂല. നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാജയം മുഴുവനും യഥാർത്ഥത്തിൽ നമ്മൾ മറ്റൊരുത്തരെ കളിയാക്കിയത് കൊണ്ടാണോ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുതലാളിമാർ തൊഴിലാളിമാരെ നിന്ദിക്കരുത്, ഉദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥന്മാരെ നിന്ദിക്കരുത്, ഹെഡ് മാസ്റ്റർമാർ തൻ്റെ കീഴിലുള്ള അധ്യാപകന്മാരെ നിന്ദിക്കരുത്, ഉസ്താദുമാർ ശിഷ്യന്മാരെ നിന്ദിക്കരുത്, പിതാക്കൾ മക്കളെ നിന്ദിക്കരുത്. എല്ലാവരെയും ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ എന്ന് വിളിക്കണം. അവർ കൺസെപ്റ്റിലേക്ക് എന്നാണ് നമ്മൾ ചേഞ്ച് ആകുക? നമ്മൾക്കല്ലെങ്കിലും കുറച്ച് ആദരവ് കമ്മിയുള്ള ജനതയാണ്. മരുമക്കളൊന്നും നിങ്ങളെന്ന് വിളിക്കാൻ എത്ര വലിയോലാണെങ്കിലും മരുമക്കളെ പോയിട്ട് ഇളച്ചന്മാരും മൂത്തച്ഛന്മാരും ആലിമീങ്ങളാണെങ്കിൽ പോലും വിളിക്ക ഇജീന. ഇവൻ ചെയ്ത തെറ്റ് ഓൻ കെട്ടിയ പെണ്ണിൻ്റെ അഞ്ചത്തിനെ കെട്ടി എന്നുള്ളത് മാത്രം. എന്നാലും വിളിക്കൂ ഇജീന്ന്. കണ്ണൂർ ഭാഗം വിട്ടുകഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഒരു ഭാഗം കടിച്ച് കണ്ണൂരിലേക്കാണ് കടന്നാൽ ഈ വിഷയത്തിൽ നല്ല ആദരവാണ്. പുതിയാപ്പിളായി മരുമക്കത്തായമായി എന്നത് മാത്രമല്ല, അവിടെ നാടൻ കുടുംബത്തിലെ ആളുകൾ ഉപ്പ മക്കളെ നിങ്ങളെന്ന് വിളിക്കും. പയ്യന്നൂരുണ്ട് ഒരു ഉമ്മർഹാജിയുടെ വീട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചെറിയ കുട്ടിയെയും തങ്ങന്മാരൊന്നുമല്ല നിങ്ങളെന്നേ വിളിക്കണുള്ളൂ അപ്പ. എന്തൊരു ഐക്യം അവിടെ! നമ്മൾ ഒരാളെയും നിന്ദിക്കൂല എന്ന് തീരുമാനിക്കണം. രാവിലെ എണീറ്റ് സുബഹിയൊക്കെ നിസ്കരിച്ച് പിന്നെ ഒരു കട്ടൻ കുടിക്കുക. അങ്ങനെ ഒരു കട്ടൻ അടിച്ചു. അപ്പോഴും അങ്ങോട്ട് പറഞ്ഞ് തീർന്നില്ല, ഒന്നും കൂടി അടിക്കുക. അതിനിടയ്ക്ക് ആ വഴിയിൽ പോയവരൊക്കെ നമ്മുടെ പീഡനത്തിനിരയായി. എല്ലാവരും പറ്റി അഭിപ്രായം പറഞ്ഞു. വളരെ വലിയ ഒരു സംഗതിയാണ്, വളരെ വലിയ ഒരു സംഭവമാണ്. അള്ള പടച്ച ഒരു പടപ്പിനെയും നമ്മൾ നിന്ദിക്കൂല എന്ന് തീരുമാനിക്കണം. എത്രയാണ് അതിൻ്റെ ബഹുമാനം! നിങ്ങളെ ഒരു കുട്ടിയെ ഒരാൾ നിന്ദിച്ചാൽ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോകൂലേ? നിങ്ങളൊരു കുട്ടിയെ സ്കൂൾ വിട്ട് വരുമ്പോൾ അപമാനിച്ചാൽ നിങ്ങൾ ആ കക്ഷിയെ ചോദ്യം ചെയ്യൂലേ? നിങ്ങൾക്ക് എന്തു ബന്ധാണ് അവിടെ ഉള്ളത്? നമ്മൾക്ക് ആ കുട്ടിയുടെ ജന്മത്തിൽ എന്തു പങ്കാണുള്ളത്? നമ്മുടെ ഭാര്യയുമായിട്ട് നമ്മൾ ജീവിതം പങ്കിട്ടു എന്നതാണോ നമ്മുടെ പങ്കാളിത്തം? മനുഷ്യൻ ചിന്തിക്കട്ടെ, എന്തിനാലാണ് എന്നെ പടക്കപ്പെട്ടത്? എനിക്കെന്താണ് സ്ഥാനം? ഞാൻ മറ്റൊരുത്തനെ കളിയാക്കാനും പുച്ഛിക്കാനും എനിക്കെന്തിരിക്കുന്നു? മനുഷ്യൻ ചിന്തിക്കട്ടെ. തട്ടി പുറപ്പെടുന്ന മനീയിനാലല്ലേ അവനെ പടക്കപ്പെട്ടിട്ടുള്ളത്? പുരുഷന്റെ മുതുകിൽ നിന്നും പെണ്ണിന്റെ നെഞ്ഞകത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു പാനീയം. ആ ദാഫിഖിൽ നിന്നല്ലേ പടക്കപ്പെട്ടത്? എങ്ങനെ അവസ്ഥ നടിക്കാനാ? മനുഷ്യൻ അവസ്ഥ നടിക്കാൻ ഒരു സ്കോപ്പുമില്ല. ഒരു ദിവസം 5 തവണയെങ്കിലും കാഷ്ടവും മൂത്രവും കയ്യിലെടുക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ അഹങ്കാരിയാകും? എന്തിനാണ് അള്ളാഹു കാഷ്ടവും മൂത്രവും പടച്ചത്? 2 സംഗതിയുണ്ട്. ഒന്ന്, ഈ ദുന്യാവിൻ്റെ ഏറ്റവും താഴ്ന്ന രീതിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവൻ മനുഷ്യനാണ്. അരി മനുഷ്യൻ കഴിക്കുന്നു, ഉമിയും തവിടും കോഴി കഴിക്കുന്നു, അതിൻ്റെ വൈക്കോല് പശുക്കൾ കഴിക്കുന്നു. ഏതു സാധനത്തിൻ്റെയും സത്ത തിന്നുന്നവനാണ് മനുഷ്യൻ. ലോകത്തെ ഏറ്റവും നാറ്റമുള്ള മലം മനുഷ്യൻ്റെതാണ്. അതിന് കാരണം അല്ലാഹു തആല എന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ
ഏറ്റവും സ്വാദിഷ്ടമായതും ഏറ്റവും പേരുള്ളതും ഏറ്റവും നമ്മെ സ്വാധീനിച്ചതുമായ ഒരു ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും നാറ്റമുള്ളതായി വെളിയിൽ വരും. എന്തിനാണ് പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും നാട്ടുരാജാവിനെയും അഹങ്കാരിയെയും പണ്ഡിതനെയും പാമരനെയും പണിക്കാരനെയും പണക്കാരനെയും എന്തിനാണ് എന്നും ഇത് ബോധ്യപ്പെടുത്തുന്നത്? നീ കെട്ടിമറിഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന ദുന്യാവ് ഇത്ര മോശമാണടാ. ഇന്നലെ രാത്രി നീ സുഭിക്ഷമായും ഈ ദുന്യാവിൽ കിട്ടാനാകുന്നതിൽ വെച്ച് ഏറ്റവും മികവുള്ളതും നീ കഴിച്ചതിൻ്റെ കോലം കണ്ടോ നീ എന്നും മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ഒപ്പം അത് കഴുകാൻ കയ്യിനെ തന്നെ ഉപയോഗപ്പെടുത്തി. ഈ കയ്യിനെ തന്നെ ഉപയോഗപ്പെടുത്താൻ കാരണം കയ്യിനൊരു പ്രസ്സിംഗ് ഉണ്ട്. മുസാഫഹത്ത് കൈ കൊണ്ടാണ്. കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ ശരീരം മൊത്തം കണക്ഷനായി. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ കഴുകണമെന്ന് ഇസ്ലാം കൽപ്പിക്കാൻ അല്ല, അള്ളാഹുവിൻ്റെ സംവിധാനമുണ്ടാകാൻ കാരണം ആ കയ്യിൽ തട്ടലോടുകൂടി ശരീരം മൊത്തം അതിൻ്റെ മെസ്സേജ് കൈമാറി. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ബോധ്യപ്പെടുകയാണ്, ഞാനെത്ര നിസ്സാരനാണ്, ഞാനെത്ര നിസ്സാരനാണ്, ഞാനെത്ര നിന്ദ്യനാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ. പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെടണം, മോഡിക്ക് ബോധ്യപ്പെടണം, മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടണം. ബോധ്യപ്പെടാതെ ഒരാളുമില്ല. നമ്മളിങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മുടെ ഉമ്മമാരുടെ ആർത്തവരക്തമാണ്. അണ്ടവും ബീജവും തമ്മിൽ സന്ധിച്ചാൽ ആർത്തവത്തിൻ്റെ വാതിലടഞ്ഞു. 99.4% അങ്ങനെയാണ്. 1-2 പോയിന്റ് ബാക്കിയുണ്ടാകും. ഗർഭമുള്ള പെണ്ണിന് ഹയതുണ്ടാവൽ. ആ വാതിലടഞ്ഞു. പിന്നീട് ഒരു കണക്ഷൻ നമ്മുടെ പുക്കിൾക്കൊടിയിൽ നിന്ന്. ആ പുക്കിൾക്കൊടിയിലുള്ള കണക്ഷൻ വരുന്നത് ഗർഭാശയത്തിൽ ഇന്നലെ വരെ പുറത്തേക്കൊഴുകി വന്നിരുന്ന ആർത്തവരക്തമാണ് പിന്നീട് നമ്മുടെ ഭക്ഷ്യവസ്തുവായി വരുന്നത്. 4-ാം മാസം ആത്മാവിന് ഊതിയതിന് ശേഷം പ്രസവിക്കപ്പെടുന്നത് വരെ പിന്നീട് നമ്മൾക്ക് ഭക്ഷണം നൽകപ്പെട്ടത് ആഭ്യതമാണ്. ഇത് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ആ ഒരു ചെറിയ ഭാഗത്തിൽ ഒരു കുഴി വെച്ചുകൊണ്ട് അള്ളാഹു നമ്മെ സംവിധാനിച്ചത്. എന്നും നമ്മളതൊന്നിങ്ങനെ തപ്പി നോക്കണം. തപ്പി നോക്കിയാൽ ബോധ്യമാകും നമ്മൾ വന്ന വഴി. ആ വഴിയെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധ്യപ്പെടാനാണ് പുക്കിൾ എന്ന സംഭവത്തെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മൾ എത്ര ബലഹീനരാണ്. എന്നും ഒരു തവണ ബാത്റൂമിൽ പോകുന്ന ഒരു മനുഷ്യൻ, എന്നും ഒരു തവണ ടോയ്ലറ്റിൽ പോയി തൻ്റെ ആവശ്യം കൃത്യം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ 3 തവണ നിർവഹിച്ചാൽ താങ്ങാൻ ആൾ വേണം. ഇവനാണ് നിന്ദ നടിക്കുന്നത്, ഇവനാണ് അവസ്ഥ നടിക്കുന്നത്, ഇവനാണ് അഹങ്കാരി, ഇവനാണ് മേൽക്കോയ്മ നടിക്കുന്നവൻ. ഒരു തവണ കൂടി പോയാൽ പിന്നീട് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. പിന്നെ ഒന്നുകൂടി പോയി എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ചേഞ്ച് ചെയ്യണം. എന്തേ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. രക്തം പോയോ ശരീരത്തിൽ നിന്ന്? ഇല്ല. നീര് പോയോ ശരീരത്തിൽ നിന്ന്? ഇല്ല. മജ്ജ പോയോ ശരീരത്തിൽ നിന്ന്? ഇല്ല. എന്തേ പോയത്? മലിനമായ വസ്തു പോയി. നമ്മൾ എന്തിൻ്റെ ബലത്തിൽ നടക്കുന്നു? അത് പോയത് കൊണ്ടാണ് നമ്മൾ വീണതെങ്കിൽ ഇതുവരെ നമ്മൾ നടന്നത് എന്തിൻ്റെ ബലത്തിലാണ്? ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ധിക്കാരിയാകും? ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അഹങ്കാരിയാകും? അതുകൊണ്ട് ഒരിക്കലും മനുഷ്യന് ഒരു നിലക്കും അവസ്ഥ നടിക്കാനുള്ള ചാൻസ് ഇല്ല. അഹങ്കാരത്തിനുള്ള ചാൻസ് ഇല്ല. ആളാകാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വൽ കിബ്രിയാഉ റിദായി. ആളാകൽ എന്നത്, വലുതാകൽ എന്നത് എൻ്റെ സംഭവ, അത് ഞാട്ടോള, എൻ്റെ തട്ടാണത്, അത് ഞാട്ടോള, ജത് അണിയണ്ട. ഇത് വിനയാന്വിതനായി ജീവിക്കണം, പാവമായി ജീവിക്കണം, വളരെ പാവമായി ജീവിക്കണം. പാവത്തരം ഡ്രസ്സിലല്ല, പാവത്തരം വീടിലല്ല, പാവത്തരം ജീവിത നിലവാരത്തിലല്ല, പാവത്തരം മനസ്സിൽ. ഒരു നല്ല വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്, ഒരു നല്ല വീട് കെട്ടുന്നത്, ഒരു നല്ല 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 ഡ്രസ്സ് അണിയുന്നത്, അതൊന്നും ഇതിൻ്റെ ഭാഗമല്ല. അതൊന്നും പാവത്തരത്തിൻ്റെ ഭാഗമല്ല.
അതൊക്കെ അശ്രദ്ധയുടെ ഭാഗമായി വരുന്നതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു യാചകന്റെ കയ്യിലേക്ക് അല്പം പണം നൽകുന്നു. യാചകൻ തിരിച്ചു പറയുന്നു, നിങ്ങൾക്കുള്ള സ്വത്തിനേക്കാൾ ഇരട്ടി 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 എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എങ്കിൽ എന്തുകൊണ്ട് നിന്നിൽ അത് പ്രകടമാകുന്നില്ല? അള്ളാഹ് നിനക്കൊരു നിയമത്തിയതെങ്കിൽ ഫൽയുദ്ഹിർ അസറഹു, അതിൻ്റെ അടയാളത്തെ പ്രകടിപ്പിക്കണം. വണ്ടിയിൽ കാണണം, നിന്റെ ഡ്രസ്സിൽ കാണണം, നിന്റെ ജീവിത നിലവാരത്തിൽ കാണണം. അതൊന്നും എളിമത്തരത്തിനോട് എതിരായ സംഗതിയല്ല. അങ്ങനെ ചിന്തിച്ചു പോകണ്ട ആരും, അങ്ങനെ ആരും ആലോചിച്ചു പോകണ്ട. എളിമത്തരം എന്നത് മനസ്സിലാണ്. മനസ്സിൽ എളിമത്തരം വേണം. ഞാൻ അള്ളാഹുവിൻ്റെ പാപിയായ ഒരടിമയാണ്, എന്നെക്കാളാണ് എല്ലാവരും ഉഷാറാണ്. എവിടെ എത്തണം നമ്മൾ? 45 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്ന അറഫ മൈതാനിയിൽ ചെന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കണം, ഞാനാണ് ഈ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് ജനവിഭാഗങ്ങളിലെ ഏറ്റവും വലിയ ചെറ്റ. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ജനവിഭാഗങ്ങളിൽ നിന്ന് എന്നെപ്പോലെ തെണ്ടിയായ ഒരു മനുഷ്യൻ ഇനി ഇവിടെ ഇല്ല. ഇത് ആത്മാർത്ഥമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇത് നിഷ്കപടമായി ആലോചിക്കാൻ നമ്മൾക്കാകുമോ? അന്നാണ് നമ്മുടെ ഈമാൻ സമ്പന്നമാകുന്നത്. ഒപ്പം നമ്മൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ജ്അൽ ഫീ ഐനി സഗീറൻ വഫീ അയ്യുനിൻ നാസി കബീറ. അല്ലാഹുമ്മ ജ്അൽ ഫീ ഐനി സഗീറൻ വഫീ അയ്യുനിൻ നാസി കബീറ. മുത്തനബി ദുആയിരുന്നു, അല്ലാഹു എൻ്റെ ദൃഷ്ടിയിൽ എന്നെ നീ ചെറുതാക്കണം, ജനങ്ങളുടെ ദൃഷ്ടിയിൽ എന്നെ നീ വലുതാക്കുകയും ചെയ്യണേ അല്ലാഹ്. അത് പ്രശ്നമല്ല. ജനങ്ങൾ നമ്മളെ സംബന്ധിച്ച് വലുത് വിചാരിക്കട്ടെ, അതതിൻ്റെ വഴിക്ക് പോകുന്നു. നമ്മൾക്ക് വലുതെന്ന് തോന്നിപ്പോകരുത്. എൻ്റെ ദൃഷ്ടിയിൽ എന്നെ നീ ചെറുതാക്കുകയും ജനങ്ങളുടെ ദൃഷ്ടിയിൽ എന്നെ നീ വലുതാക്കുകയും ചെയ്യണേ അല്ലാഹ്. മുത്തുനബിയുടെ ഒരു ദുആയാണിത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. നോക്കൂ, നിങ്ങൾ ഹജ്ജ് അങ്ങനെയാണല്ലോ. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളോടൊക്കെ ഒന്ന് യാത്ര ചോദിക്കുക എന്നുള്ള നിലക്ക് ഞാൻ ഇന്ന് ക്ലാസ്സിന് വന്നതാണ്. ഉസ്താദിന് ഒരു ചെറിയ ഒരാവശ്യമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ എത്തിയതാണ്. ഹജ്ജ് അങ്ങനെയാണ്. ഹജ്ജ് യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ ഹജ്ജിന് വന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു മുമ്പ്, കാസർഗോഡ് ഭാഗത്തിൽ നിന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പട്ടിണിയും അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയും മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഹജ്ജിനെത്തി, പൈസ എങ്ങനെ ഉണ്ടാക്കി? അദ്ദേഹം പറഞ്ഞു, ഞാൻ വീടാന്തരം കയറി കരണ്ടിന് ബില്ലടക്കുന്നത് കരണ്ടിൻ്റെ ബില്ല് കളക്ട് ചെയ്ത് അത് ഓഫീസിൽ കൊണ്ടുപോയി അടച്ചിട്ട് അതിനവർ തരുന്ന വേതനം കൊണ്ട് ഞാൻ ജീവിതം കഴിയാണ്. അപ്പോൾ 95 ഉള്ള 100 കൊടുക്കും, ചിലപ്പോൾ 85 ഉള്ള 100 കൊടുത്തു എന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു രംഗം. അദ്ദേഹത്തിൻ്റെ ചായയും പിന്നെ വസ്ബേറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പൈസ ഇങ്ങനെ പതുക്കെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൽ അദ്ദേഹം ഹജ്ജിനെത്തിയിരിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു പോയൊരു വിഷയം, മുസ്ദലിഫയിൽ കല്ല് വഹക്കുന്ന അവസരത്തിൽ അദ്ദേഹം ചെന്ന് സൈറൻ മുഴക്കിയ ബെല്ലടിച്ച ആ വീട്ടുകാരൻ കോടീശ്വരൻ തൊട്ടടുത്ത് കല്ല് വഹക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും വലിയ സംഭവം, ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ തലക്കനം മാറ്റലാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്. തലക്കനം എന്ന് പറഞ്ഞ ആളാകൽ എന്ന സംഭവം, മുഖം വീർപ്പിക്കൽ എന്ന സംഭവം, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അഹങ്കാരിയാകൽ എന്ന കാര്യം, ഇസ്ലാം എന്ന മാർജിനിനു താഴെ ഞാൻ ആരുമല്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാനാണ് ഹജ്ജ്. മൊത്തം അങ്ങനെയാണ്. അവൻ കല്ല് വഹക്കുന്നു മുസ്ദലിഫയിൽ നിന്ന്. ആ മനുഷ്യൻ തൊട്ടടുത്ത കോടീശ്വരനും കല്ല് വഹക്കുന്നു. ഈ കോടീശ്വരനെ നോക്കിക്കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നു, അല്ലാഹ്, എൻ്റെ വീട്ടിൽ കരണ്ടിന് ബില്ലടക്കാൻ വേണ്ടി എൻ്റെ സീറ്റ് ആവശ്യപ്പെട്ട് വന്ന മനുഷ്യനാണത്. അദ്ദേഹം കല്ല് വഹക്കുക, ഞാൻ കോടീശ്വരൻ. അന്ന് ബെല്ലടിച്ചപ്പോൾ ഇങ്ങനെ വരാൻ മടിച്ച് അങ്ങനെ എത്തി. അന്നൊരു 100 രൂപ നീട്ടിക്കൊടുത്ത മനുഷ്യനാണത്. നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഈ കോടീശ്വരനെ കാണുന്നു. അല്ലാഹ്, ഇവിടെ കല്ല് വഹക്കൽ തന്നെ എല്ലാവരും പണി. പിന്നെ എന്താ ഇസ്ലാമിലെ ഏറ്റവും വലിയ ആരാധനയായ ഈ ഹജ്ജിൻ്റെ വേളയിൽ കോടീശ്വരനും പാവവും കല്ല് വഹക്ക് തന്നെയാണ് പാതിരാക്ക്. എത്ര വലിപ്പമുള്ള കല്ല്? ഒരു കടലമണിയുടെ വലിപ്പമുള്ള കല്ല്.
വലിപ്പം കൂടാൻ പറ്റുമോ? കൂടിയാൽ സഹിയാകായൊന്നുമില്ല, നല്ലതിനെതിരാ. പോക്ക് തന്നെ 70 കല്ല് പോക്കി 10 കിലോമീറ്റർ നടന്നിട്ടത് കൊണ്ടുപോയി എറിയണം. പാമരനും പണ്ഡിതനും കുചേരനും കുബേരനും പണക്കാരനും പണിക്കാരനും ഇങ്ങനെ എറിയണം 70 കല്ല്. അത് കല്ലെറിയുന്ന അവസരത്തിൽ എന്താണ് മനസ്സിൽ കരുതേണ്ടത്? 70 കല്ലെറിയണം. 70 മഹാമാരിയുണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ. 70 തരം രോഗങ്ങളുണ്ട്. അഹങ്കാരം, അഹംഭാവം, ഉൾനാട്യം, ശത്രുത, കാപ്പട്യം, അസൂയ, ലോകമാന്യം, ഇങ്ങനെ തുടങ്ങിയിട്ട് 70 തരം ഇഴജന്തുക്കൾ അവനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഇഴജന്തുവിനെയും ഓരോ കല്ലുകൊണ്ട് എറിഞ്ഞ് വലിച്ച് കൽബിൽ നിന്നെറിയുകയാണ്. അതതിൻ്റെ ചെറിയൊരു ഹിക്മത്താണ്. ഈ കല്ലെറിച്ചിൽ കൊണ്ട് അല്ലാഹു തആല വെച്ച സംഗതി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മുമ്പിൽ നടന്നു പോകുന്നവൻ വലിയ കോടീശ്വരനാണ്, ഇവനൊരു മദ്രസ മാലിമാണ്. അപ്പുറത്ത് വലിയ കുചേരനാണ്, ഇദ്ദേഹം അവിടുത്തെ ആ നാട്ടിലെ അവർണനായിരുന്നു. സാധു പാർട്ടി ഇന്നലെ ഇസ്ലാമിലേക്ക് വന്ന് എല്ലാവരും കണക്കാം. ഹജ്ജ് അതിനുള്ളതാണ്. സമത്വബോധം പടിയും. ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടും തലക്കനം തീർന്നില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി ഹജ്ജിന് പോകാന്നല്ലേ, ഒന്നുകൂടി ഹജ്ജിന് പോകാനല്ലേ. അങ്ങനെ റിസാലത്തുൽ ഖുശൈരി അതിലേക്ക് വെളിച്ചം വീശിയിട്ടുണ്ട്. അതുകൊണ്ട് ഹജ്ജു ചെയ്യുക എന്നതൊരു വലിയ സംഗതിയാണ്. അത് നമ്മൾ ചെയ്യണം. ഹജ്ജ് ചെയ്യാൻ വലിയ കോടീശ്വരന്മാർ ചിലർ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാലം വരെ ഹജ്ജിന് പോയിട്ടില്ല, എന്താ പോകാത്തത്, ആയിട്ടില്ല എന്ന് പറയും. എന്ത് ആകല! അതൊക്കെ യുദ്ധകാലടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കണം. പിന്നെ ചെയ്താൽ മതി, മരിച്ചാലോ ഉത്തരവാദിയാവും ചെയ്യും. പിന്നെ ചെയ്താൽ മതി എന്ന് അല്ലാഹു തആല ചെയ്തു തന്നൊരു മഹദ് ഫദ്ലാണ്. അത് പെട്ടെന്ന് ചെയ്യണം. ഇന്ന് 5 സെൻറ്റ് ഭൂമിയുള്ളവനും ഹജ്ജ് നിർബന്ധമാവും. വീട് കഴിച്ച് മുറ്റവും അടക്കമുള്ള സ്ഥലം, തൻ്റെ കുപ്പയും അടക്കമുള്ള സ്ഥലം 5 സെൻറ്റ് വിറ്റാൽ ഇന്ന് ഹജ്ജിന് പോകാം. അതുകൊണ്ട് സക്കാത്ത് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. കാരണം അവൻ സാധുവാണ്, അവനെ 2 അറ്റം മുട്ടുന്നില്ല, അതുകൊണ്ട് സക്കാത്ത് സ്വീകരിച്ചു. പക്ഷെ അവൻ്റെ വീട് കഴിച്ചിട്ട് 5 സെൻറ്റ് ഭൂമിയുണ്ട്, അത് വിറ്റാൽ 5 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ കിട്ടും. അവൻ ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കിട്ടും, ഹജ്ജിന് പോകണം. ഫിത്ർ സക്കാത്തും അതേ പ്രകാരം തന്നെ ഹജ്ജും സ്വത്തിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ടതല്ല, സ്വത്തിൻ്റെ മൂലധനവുമായി ബന്ധപ്പെട്ടതാണ് ഈ 2 സംഭവം. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് അനുവല്ലാത്തവനും കൊടുക്കണം. 10 ഏക്കർ ഭൂമിയുണ്ട്, തരിശായി കിടക്കുകയാണ്, അവൻ സക്കാത്ത് നിർബന്ധമില്ല. അതേ സമയത്ത് 5 സെൻറ്റ് ഭൂമിയുണ്ട്, അവന് ഹജ്ജ് നിർബന്ധമാണ്. അതിന് കാരണം ആ സ്വത്തിൻ്റെ ആദായമായും അതിൻ്റെ വരുമാനമായും ബന്ധപ്പെട്ടതല്ല യഥാർത്ഥത്തിൽ ഹജ്ജ്. അത് സ്വത്തിൻ്റെ തടിയുമായി ആസ്തിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഈ ഹജ്ജ് മനുഷ്യൻ ചെയ്യുന്നത് മനുഷ്യന് ഈ ഒരവസ്ഥ വരാതിരിക്കാനാണ്. ഏതവസ്ഥ? മനുഷ്യൻ ഈ ഒരു തലക്കനം മാറ്റുക, തവാഫ് ഇങ്ങനെ ചെയ്യുക, സഅയ് ചെയ്യുക, അവിടുന്ന് തഅഫീ പോവുക, അതിനാണീറ്റൊക്കെ പാടും മുസ്ദലിഫി വരിക. എന്നിട്ട് അവിടെ കിടക്കാൻ തലയില്ല, ഒക്കെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ കടന്ന്, എന്നിട്ട് പിന്നെ അവിടുന്ന് കണ്ണിരുമ്പി നീച്ച്, എന്നിട്ട് പിന്നെ കല്ലൊക്കെ പാടെ പോക്കി, ആ കല്ലേറ്റ് വന്ന് മിനയിൽ വന്ന്, എന്നിട്ടിന് മുടിയൊക്കെ കളഞ്ഞ്, എന്നിട്ട് വിനയപ്പെടാൻ ഇക്കാലം വരെ മുടി ഇതുവരെ മുണ്ടനം ചെയ്തിട്ടില്ല. ചെറുപ്പത്തിൽ പെറ്റിൻ്റെ 7ൻ്റെ ഒന്നൊന്ന് കളഞ്ഞതാ, പിന്നെ കളഞ്ഞിട്ടില്ല. മുടി കളഞ്ഞ് കളി തന്നെ കളഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് വിനയപ്പെട്ട് 70 കല്ലെറിയണമെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറത്താണ് ടെൻ്റെങ്കിൽ 10 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. 10 കിലോമീറ്റർ നടന്നിട്ട് ചെന്നിട്ട് ചെയ്യാനുള്ള സംഗതി എന്താ? ഈ ചെറിയ കല്ല് 7 കല്ലിങ്ങനെ എറിയണം. 11-ന് 21 കല്ല്, 12-ന് 21 കല്ല്, 13-ന് 21 കല്ല്. ഇത് എറിയാൻ വേണ്ടി പോവാണ്. എന്താ കല്ല്? ഈ കല്ലെറിയുന്ന അവസരത്തിൽ മനുഷ്യൻ ചിന്തിക്കണം, അല്ലോ എൻ്റെ കൽബിൽ നിന്ന് ഞാൻ മുഴുവൻ ദുർബോധനങ്ങളെയും വലിച്ചെറിയുന്നു. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കല്ലെറിഞ്ഞു, ഇന്ന് ഞാൻ എന്തിന് കല്ലെറിയണം എന്നെങ്കിലും ചിന്ത വന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കേണ്ട, കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ ചെയ്യേണ്ട ഒരു ഇബാദത്തിൽ ഞാൻ എന്തിന് കാരണങ്ങൾ അന്വേഷിച്ചു? ആ കാരണങ്ങൾ അന്വേഷിപ്പിക്കാൻ ശൈത്താൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അവനെ തന്നെയാണ് ഞാൻ കല്ലെറിയുന്നത് എന്ന് ലക്ഷ്യം വെച്ച് കല്ലെറിയണം. ഇത്
ഹജ്ജ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വിഷയം, ആരും കേമനല്ല, ഞാൻ സാധുവാണ് എന്ന് വരുത്തി തീർക്കാൻ. അതുകൊണ്ടാണ് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഇത് പറയാൻ കാരണം, ഹജ്ജ് ചെയ്താൽ സ്വർഗമല്ലാതെ വരുന്നില്ല, സ്വർഗമാണ് അവന്റെ പ്രതിഫലം എന്ന് പറയാൻ കാരണം എന്താണ്? ഹജ്ജ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖൽബ് സ്ഫുടമായി. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സ്വർഗപ്രവേശനത്തിനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഹൃദയം സംശുദ്ധമായി സ്ഫുടം ചെയ്യപ്പെടുക എന്നതാണ്. ആ ഹൃദയത്തെ സ്ഫുടം ചെയ്യപ്പെടുമ്പോൾ മാത്രമേ അവന് സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പോയ കാലത്തൊക്കെ കെടുമ്പും കൊയ്ന്തും ഈർഷതയും ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെ 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 അതിൽ നിന്ന് മുക്തി നേടി നമ്മൾ സമ്പന്നമാകണം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. ഇതാണ് ജീവിതം. ഈ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. ഇങ്ങനെ ആയിത്തീരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാനൊരു കാര്യവും കൂടി പറഞ്ഞ് നിർത്തട്ടെ നമ്മുടെ ക്ലാസ്. ഒരു മനുഷ്യൻ്റെ ഈമാൻ ഡെവലപ്പാകുന്നതിനനുസരിച്ചാണ് മനുഷ്യപ്പറ്റ് വർദ്ധിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഈമാൻ ഡെവലപ്പാകുന്നതിന് അനുസരിച്ചാണ് ജീവിപ്പറ്റ് വർദ്ധിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ ഡെവലപ്പിൻ്റെ ഉന്നതങ്ങൾ കീഴടക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന ഒരു മാനസിക കൺസെപ്റ്റിലേക്ക് മനുഷ്യൻ ഉയരുന്നത്. ചിലര് നോമ്പ് നോൽക്കും, നിസ്കരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാം റെഡിയാണ്. പക്ഷേ മനുഷ്യരവൻ്റെ തെറ്റിൽ നിന്ന് അവൻ്റെ അക്രമത്തിൽ നിന്ന് ഒഴിവായില്ല. ലോകത്തെ ഏറ്റവും വലിയ മുത്തഖി ഹബീബുനാ റസൂലുള്ളാഹി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യപ്പറ്റുള്ള സൃഷ്ടി. അല്ല, അള്ളാഹുവിൻ്റെ പടപ്പുകളെ അള്ളാഹുവിൻ്റെ പടപ്പെന്ന നിലക്ക് ആദരവോടെ കണ്ടപ്പോഴാണ് ഇന്നി ലഅരിഫു ഹജറൻ യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ, എനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ മേലിൽ സലാം ചൊല്ലിയ കല്ലുകളെ എനിക്ക് ബോധ്യമുണ്ട്. കല്ലെന്ന നിർജീവിയായ വസ്തു മുത്തുനബിയുടെ സമീപത്ത് സലാം ചൊല്ലി വരികയാണ്. എന്തേ കാര്യം? അവിടുത്തെ റഹ്മത്ത്, കാരുണ്യം വരിഞ്ഞൊഴുകി, സ്നേഹം വരിഞ്ഞൊഴുകി. കല്ലിനെ സ്നേഹിക്കാൻ മുത്തുനബിക്ക് കഴിഞ്ഞപ്പോൾ കല്ല് തിരിച്ച് സ്നേഹം നൽകി. നബിയെ, ഞാൻ മുസ്ലിമാകാം, ആ കാണുന്ന മരമൊന്ന് വന്ന് തങ്ങളടുത്തേക്ക് വന്നാൽ മതി. നീ നേരെ ചെല്ലൂ, ആ മരത്തോട് പറയൂ അല്ലാഹുവിൻ്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ടെന്ന്. അറാബിയായ മനുഷ്യൻ കയറി ചെല്ലുന്നു, നിന്നെ അല്ലാഹുവിൻ്റെ റസൂൽ വിളിക്കുന്നുണ്ട്. അത് ഒരുങ്ങി അതിൻ്റെ കുപ്പായമിടാൻ. അതിൻ്റെ വേരുകളൊക്കെ, താഴ്വേരുകളൊക്കെ വലിച്ചു മാറ്റി ആടി ഉലഞ്ഞ് അത് മുത്തുനബിയുടെ സമീപത്ത് വന്നു. മരത്തെ മുത്തുനബി സ്നേഹിച്ചപ്പോൾ മുത്തുനബിയെ മരം സ്നേഹിച്ചു. ഇരിക്കട്ടെ, ഈത്തപ്പനെ മുട്ടിക്കരഞ്ഞ സംഭവം അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് ചവിട്ടിയിട്ടുണ്ടോ നാം? ഈത്തപ്പനെ മുട്ടി എന്തുകൊണ്ട് കരഞ്ഞു? ഈത്തപ്പനെ മുട്ടിക്കരയാൻ കാരണമെന്ത്? മുത്തുനബി പുതുമിമ്പറിലേക്ക് ചവിട്ട് മാറ്റിയപ്പോൾ അതുവരെ കയറി നിന്നിരുന്ന, കിടത്തിയിട്ട് കയറി നിന്നിരുന്ന ഈത്തപ്പനെ മുട്ടിക്കരഞ്ഞു. മിമ്പറിലേക്ക് കയറിയ മുത്തുനബി താഴോട്ട് ഇറങ്ങി വന്നു. കുട്ടികളെ തഴകിത്തലോടുന്നത് പോലെ ഈത്തപ്പനെ മുട്ടി തഴകിത്തലോടി. എന്നിട്ട് മുത്തുനബി ചോദിച്ചു, ഓ, നിന്റെ കരച്ചിൽ അവസാനിപ്പിക്കാൻ നീ ഇവിടെ ഒരു ഈത്തപ്പഴ മരങ്ങൾ പറിച്ചു തിന്നുന്ന ഒരു മരമായി, ഈത്തപ്പന മരമായി ഇവിടെ നിൽക്കണോ നിനക്ക്? അതല്ല, മുഅ്മിനീങ്ങൾ ഈത്തപ്പഴം തിന്നുന്ന ഒരു മരമായി നാളെ സ്വർഗത്തിൽ നിനക്ക് നിൽക്കണമോ? സഹാബത്ത് കേൾക്കെ ഉണങ്ങിത്തരിച്ച ഈത്തപ്പനെ മുട്ടി പറഞ്ഞു, എനിക്ക് നാളെ സ്വർഗത്തിലെ അവിടുത്തെ ഉമ്മത്തടക്കമുള്ളവർ തിന്നുന്ന ഈത്തപ്പഴം തിന്നുന്നൊരു മരമായാൽ മതി. ഇന്നും റൗള ഷരീഫിൻ്റെ വണ്ണമുള്ള തൂണിൻ്റെ ഉള്ളിൽ ആ ഈത്തപ്പന മുട്ടി ഉണ്ട്. റൗളയിലേക്കുള്ളത് റൗളയിലിരിക്കട്ടെ. ഫവായിദു മക്കിയ, ഫവായിദു മക്കിയ എന്ന കിതാബിൽ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്.
ഈത്തപ്പനമുട്ടിയിലേക്ക്, ഉണങ്ങിത്തരിച്ച ഈത്തപ്പനമുട്ടിയിലേക്ക് അങ്ങോട്ട് സ്നേഹം നൽകിയപ്പോൾ ഈത്തപ്പനമുട്ടിക്ക് അത് നഷ്ടപ്പെട്ടപ്പോൾ കരയാൻ കഴിഞ്ഞു. നബിയെ അങ്ങോട്ട് ഇറങ്ങരുത്, നബിയെ അങ്ങോട്ട് ഇറങ്ങരുത്. ഒട്ടകം ആഘോഷിക്കുന്നു. ഒട്ടകം സൈലന്റ് ജീവിയാണ്. പക്ഷേ വളരെ സൈലന്റായ ജീവിയുടെ ഒരു പ്രത്യേകത, ചൂടായാൽ വലിയ ചൂടാണ്. അറുക്കാൻ നിസ്സങ്കോചം നിന്നുകൊടുക്കുന്നൊരു മൃഗം ലോകത്തുണ്ടെങ്കിൽ അത് ഒട്ടകമാണ്. കെട്ടണ്ട, ആരും പിടിക്കണ്ട. തൊട്ടടുത്ത ഒട്ടകത്തെ അറുക്കുന്നത് കണ്ടിട്ടുണ്ട്. കടാരിയുമായി വരുന്ന അറിവുകാരനെ കണ്ടിട്ടുണ്ട്. ഒട്ടകം വിനയാന്വിതമായി നിന്നു കൊടുക്കും. പാവം ജന്തുവാണ്. ആ ഒട്ടകം ആഘോഷിച്ചാൽ വലിയ പേടിയാണ്. നബിയെ തങ്ങൾ ആ തോട്ടത്തിൽ ഇറങ്ങേണ്ട ഒട്ടകം ആഘോഷിക്കുന്നു. മുത്തുനബി നിസ്സങ്കോചം ഇറങ്ങി. ഒട്ടകം പതുക്കെ വിനയപ്പെട്ട് വന്ന് മുത്തുനബിയുടെ സമീപത്ത് സുജൂദിൽ കടന്നു. നെറ്റിവെച്ച് സുജൂദ് ചെയ്തപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഓ നബിയെ, ഞങ്ങളും ചെയ്യട്ടെ അങ്ങക്ക് മുമ്പിലൊരു സുജൂദ്? അരുത്. ഇത് തക്ലീഫില്ലാത്ത ജീവി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിക്ക് സുജൂദ് ചെയ്യാൻ അനുമതിയുണ്ടാകുമായിരുന്നെങ്കിൽ പെണ്ണുങ്ങളോട് ഞാൻ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരനുമതി ഇല്ല. ഒട്ടകം സുജൂദ് ചെയ്തു. മൃഗങ്ങൾ മുഴുവനും തങ്ങളെ സ്നേഹിച്ചു. എന്തേ കാര്യം? നിസ്കരിക്കാൻ പോകാൻ വേണ്ടി തങ്ങൾ നിൽക്കുമ്പോൾ പൂച്ച തൻ്റെ തട്ടത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ആ പൂച്ചയെ വിളിച്ചുണർത്താൻ, പൂച്ചയുടെ ഉറക്ക് എന്നതൊരു പേരാണ് നമ്മളുടെ ഇടയിൽ. പക്ഷേ എത്ര കുറച്ചുറങ്ങിയാലും അതിന് മതി. അങ്ങനത്തെ പൂച്ച, ആ പൂച്ച കിടക്കുന്ന ഇടം മാത്രം കവർ ചെയ്ത് അതിങ്ങനെ കണ്ടിച്ച് ബാക്കിയുള്ള തട്ടത്തിൻ്റെ തലയുമായി, കഷ്ണിച്ച ഭംഗം വന്നുപോയ തട്ടത്തിൻ്റെ തലയുമായി പള്ളിയിലേക്ക് നടന്നുപോയ ഈ ലോകത്തിൻ്റെ നേതാവ് മുത്തുൽ മുസ്തഫ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇவ்விதം ഒരു ജീവിതം ജീവിച്ചപ്പോൾ ലോകത്ത് എല്ലാവരുടെയും സ്നേഹഭാജനമായി. ഇവിടേക്ക് നമ്മൾ ഉയരണം. നമ്മളെ കാണുമ്പോൾ ഒരു കോഴി ഓടണ്ട, നമ്മളെ കാണുമ്പോൾ ഒരു പൂച്ചയും ഓടണ്ട, നമ്മളെ കാണുമ്പോൾ ഒരു കുട്ടിയും വഴിതിരിഞ്ഞു പോകണ്ട, നമ്മളെ കാണുമ്പോൾ ബാക്കിലൂടെ അടുക്കളയിലൂടെ ഒന്നും കയറി വരണ്ട. നമ്മുടെ മക്കൾ സിറ്റൗട്ടിലൂടെ തന്നെ കയറിട്ടവർ, അവർ നമ്മുടെ വിഷയങ്ങൾ, അവരുടെ വിഷയങ്ങൾ നമ്മളോട് തന്നെ നേരിട്ട് പറയട്ടെ. അങ്ങനെയുള്ളൊരു സ്നേഹ കൈമാറ്റം, അകലം കുറച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അങ്ങനെ നമ്മൾ ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. എങ്കിൽ മക്കൾക്ക് നമ്മൾ പേടി വേണം, മക്കളെ നമ്മൾ ശാസിക്കണം, മക്കളെ പൊന്നുപോലെ പോറ്റണം. ഒപ്പം ഓട്ടിലിട്ട പത്തിരി പോലെ നിരീക്ഷിക്കുകയും വേണം. പൊന്നുപോലെ മക്കളെ പോറ്റണം. ഓട്ടിലിട്ട പത്തിരി പോലെ കങ്ങാതെ വേവ് പാകമായി നിരീക്ഷണ ബുദ്ധിയോടെ, സെക്കൻഡല്ല, മൈക്രോ സെക്കൻഡല്ല, നെനോ സെക്കൻഡ് വെച്ച് നിരീക്ഷിക്കണം. സ്നേഹത്തിനോടെതിരല്ല. ഇതാണ് മാനവികത. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചാണ് ഈ പ്രതിപാദിച്ചത്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, ആമീൻ. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മുഴുവനും വിനയം പഠിപ്പിക്കാനുള്ളതാണ്. ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ? മനുഷ്യ. നിസ്കാരം നമ്മളിങ്ങനെ നിന്നു, പിന്നെയും നിന്നു, പിന്നെയും നിന്നു, പിന്നെയും നിന്നു. എന്ത് കിട്ടി? ഫലം. ഒരു വിനയം വന്നു. കണ്ടാ, എന്തൊരു ഒരു വിനയം വന്നു. ആരാണ് വിനയത്തിൻ്റെ ഗുണഭോക്താക്കൾ? മനുഷ്യരാണ്. ആരാണ് വിനയത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ്? ജീവികളാണ്. ആരാണ് വിനയത്തിൻ്റെ അടുത്ത ഗുണഭോക്താക്കൾ? നിർജീവികളാണ്. മുത്തുനബിക്ക് നിർജീവികളിലേക്ക് ആ വിനയത്തെ സെൻഡ് ചെയ്യാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയറിയാത്തവരാരാ? 40 ദിവസം കുഷ്ഠം പിടിച്ച നായയെ ചികിത്സിച്ചപ്പോൾ ആരോ ചോദിച്ചു, പച്ചില കൊണ്ട് മലമുകളിൽ കയറി പച്ചില വെച്ച് കെട്ടി ബാറാക്കി അതിനെങ്ങനെ ശുശ്രൂഷിച്ചപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് ഇത്ര ഒരു നായമ്മൽ ഇത്ര കെട്ടിമറിഞ്ഞത്? എന്താ റിഫായി, എൻ്റെ ഒരു പടപ്പ് കുഷ്ഠം പിടിച്ചിട്ടെന്തേ തിരിഞ്ഞു നോക്കാതിരുന്നു എന്ന് എൻ്റെ പടച്ചവൻ എന്നോട് ചോദിച്ചെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയതാണെന്നാണ് റിഫായി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചും ആദരിച്ചും
എല്ലാ പ്രൊഡക്റ്റുകളെയും അള്ളാഹുവിൻ്റെ പ്രൊഡക്റ്റുകളായി കണ്ടു. ഈ ഒരു ഉന്നതിയിലേക്ക് റിഫായി തങ്ങൾ ഉയർന്നപ്പോൾ സുൽത്താനുൽ ആരിഫീൻ, അള്ളാനെ അറിഞ്ഞവരുടെ ജേതാവ്, എല്ലാ ആരിഫീങ്ങളുടെയും എല്ലാ ഉലിയാക്കളുടെയും എല്ലാ അമ്പിയാക്കളുടെയും നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെടിയുടെ, ഒരു സസ്യത്തിൻ്റെ, ഒരു പൊന്തയുടെ തലപിടിച്ചുകൊണ്ട് പിരിച്ചുടച്ചു വന്ന സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു, അരുത്, അതതിനെ വേദനിപ്പിക്കലാണ്. അതാണ് സ്നേഹം. അരുത്, അതിനെ വേദനിപ്പിക്കല. എൻ്റെ ചെടി, എൻ്റെ കയ്യ്, നിനക്കെന്ത് എന്നല്ല, അത് ആ ചെടിയെ വേദനിപ്പിക്കലാണ്. അതിന് നമ്മൾ സ്നേഹം നൽകുമ്പോൾ അത് സ്നേഹം നൽകുന്നുണ്ട്. ഈ കേട്ടു നിൽക്കുന്ന മൈക്കൊക്കെ സംസാരശേഷിയുണ്ട്. ഈ കേട്ടു നിൽക്കുന്ന ഈ മൈക്ക് സ്റ്റാൻഡിന്, ഈ പ്രസംഗപീഠത്തിന് സംസാരശേഷിയുണ്ട്. ഈ കാണുന്ന മാപ്പിന് സംസാരശേഷിയുണ്ട്. എല്ലാം സംസാരിക്കും. അതിൻ്റെ സംസാരം കേൾക്കാൻ മാത്രമുള്ള ശക്തി നമ്മൾക്കില്ല എന്നത് ബലഹീനത നമ്മുടെ ഭാഗത്താണ്. അതുകൊണ്ടാണ് കല്ലിൻ്റെ സലാം മുത്തുനബി കേട്ടത്. കയ്യിൽ കിടന്ന് കയ്യിലുള്ള ചരക്കല്ല് തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദം മുത്തുനബി കേട്ടത്, സിദ്ദീഖ് തങ്ങൾ കേട്ടത്, ഉമർ തങ്ങൾ കേട്ടത്, ഉസ്മാൻ തങ്ങൾ കേട്ടത്, അലി തങ്ങൾ കേട്ടത്, മറ്റാരും കേൾക്കാതെ പോയത്. അതുകൊണ്ട് കമ്മി നമ്മളുടേതാണ്. ആർക്കും മറ്റാർക്കും കമ്മിയില്ല. എന്തെങ്കിലും കമ്മിയുണ്ടെങ്കിൽ അത് നമ്മുടേതാണ്. നമ്മുടെ കമ്മി കൊണ്ട് നമ്മൾക്ക് ചിലത് നഷ്ടപ്പെട്ടു. ഇത് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ ഉയരണം. ഒരാളെയും ഞാൻ കളിയാക്കില്ല എന്ന് തീരുമാനിക്കണം. അള്ള പടച്ച ഒരു പടപ്പിനെയും വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിക്കണം. ഭാര്യ നമ്മുടെ സ്വത്താണ്, നമ്മുടെ കയ്യിൽ അള്ള ഏൽപ്പിച്ച അമാനത്താണ്. ഭാര്യയെ നിന്ദിക്കരുത്, അവർ വേദനയാകും. നിങ്ങളുടെ ഉമ്മ വേദനിപ്പിക്കരുത്, നിങ്ങളുടെ ഉപ്പ വേദനിപ്പിക്കരുത്, നിങ്ങളുടെ മക്കൾ അവരെ നിങ്ങൾ വിഷമമുള്ള, അവരെ നിന്ദ്യമാക്കുന്നതൊന്നും സംസാരിക്കരുത്. നല്ല ഇടപെടൽ, അദ്ദീനു അൽ മുആമല. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല ഇടപഴക്കമാണ്. ദീൻ മൊത്തം അതാണ്, നല്ല ഇടപഴക്കമാണ്. അള്ളാഹുവിനോട്, സൃഷ്ടികളോട്, ചരാചരങ്ങളോട്, ജീവികളോട്, എല്ലാറ്റിനോടും. അങ്ങനെയുള്ളൊരു ജീവിതം അള്ളാഹു നമ്മൾക്ക് നൽകുമാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല നമുക്ക് രണ്ട് ലോകത്തും വിജയം നൽകുമാകട്ടെ. ആമീൻ.